തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസിന്റെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ പ്രകടമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു നടപടിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരമന ജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് കെ.പി.സി.സി. ആസ്ഥാനം ലക്ഷ്യമാക്കി നടന്നതെന്നുള്ളതാണ്. പലതവണ പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകർ തുടർന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ അക്രമത്തിൽ തുടരുക. ഒന്ന് ശാലിനിയിലേക്ക് കൂടി പോകുകയാണ്. ശാലിനി, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച കരമന ജയൻ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് അവിടെ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുകയാണ്. അപ്പോൾ തൊട്ട് പുറകിൽ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് വന്ന് ഒരു വനിതാ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. വനിതാ പ്രവർത്തകയുടെ മുഖത്തടിക്കുകയാണ് പോലീസ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യപരമായി സമാധാനപരമായി നടന്ന ഒരു സമരത്തെ ആക്രമണം കൊണ്ട് നേരിടുന്ന ഒരു ശൈലി ആണ് കോൺഗ്രസ് സർക്കാരിന്റെ പോലീസ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുയരുന്ന പ്രതിഷേധം? നീലിമ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമര തടഞ്ഞ അല്ലെങ്കിൽ പ്രതിഷേധം തടഞ്ഞ ബാരിക്കേഡ് ഇതാണ്. ഇവിടെയാണ് ഇവരിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഈ ഭാഗത്താണ് സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ വിവിധ മണ്ഡലങ്ങളിലെ MLA-മാർ അടക്കമുള്ളവരും പ്രവർത്തകരൊക്കെ നിന്ന് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും നിയമം MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു. തൊട്ട് സമീപത്തായി, അതായത് ഈ ബാരിക്കേഡ് കെട്ടിയതിൻ്റെ ഒരു ഭാഗത്തായി നമുക്ക് കാണാം ആ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിൽക്കുന്നത്. അവിടെയാണ് ഒരു വനിതാ പ്രവർത്തകയെ മുഖത്തടിക്കുന്നത് ഒരു പുരുഷ പോലീസ് എന്നുള്ളതാണ്. ദൃശ്യങ്ങളടക്കം പോലീസിന്റെ കയ്യിലുമുണ്ട്. പക്ഷേ അതിലാണ് വലിയ രീതിയിലുള്ള പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. കാരണം അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒരു പക്ഷേ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പിടിച്ചു മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായും ഈ ഒരു സമരത്തിന്റെ രീതിയാണ്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു വനിതാ പ്രവർത്തകയുടെ മുഖത്തടിക്കുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള നിയമം ലംഘിച്ചുകൊണ്ടുള്ളൊരു ഇടപെടലാണ്. ആ ഇടപെടലിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പരാതി കൊടുക്കും എന്നുള്ളത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ ജനം ടി.വിയോട് പ്രതികരിക്കുകയും ചെയ്തത്. അതായത് ഈ പ്രതിഷേധം ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായി കരുതി കൂട്ടി ഒരു പ്ലാൻ പോലീസ് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജില്ലയിലെ മുഴുവൻ ഫോഴ്സിനെ ഉപയോഗിച്ച് മുഴുവൻ ഫോഴ്സും ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു ബാരിക്കേഡിന് ഇപ്പുറവും അപ്പുറവും ഒപ്പം തന്നെ ബാരിക്കേഡിന്റെ 100 മീറ്റർ അകലെയും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവരെ അടക്കം നേരിടാനായി കൃത്യമായി പ്ലാൻ തയ്യാറാക്കിയായിരുന്നു പോലീസ് ഈ പ്രതിഷേധത്തെ നേരിട്ടത്. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ശക്തമാവുകയും ചെയ്തത്. ഡൽഹിയിൽ എന്താണോ കോൺഗ്രസ് നടപ്പാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്, അതേ രീതിയിൽ കൃത്യമായ പ്ലാനിംഗ് നടത്തി തന്നെയാണ് കോൺഗ്രസ് തലസ്ഥാന ജില്ലയിൽ ഇന്നത്തെ ഈ പ്രതിഷേധത്തെ നേരിട്ടത് എന്നുള്ളതാണ്. എന്തായാലും വനിതാ പ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. വനിതാ പ്രവർത്തകർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സമാധാനപരമായി വന്നൊരു പ്രതിഷേധത്തെ ജലപീരങ്കി കൊണ്ട് നേരിട്ടൊരു സമരം കൂടിയായിരുന്നു നമ്മൾ ഇന്ന് തലസ്ഥാനത്ത് കണ്ടത് എന്നുള്ളതാണ്. ഒരു വെട്ടമോ 2 വെട്ടമോ ഒക്കെ സ്വാഭാവികമായും ജലപീരങ്കി അടിക്കുന്നത് സർവ്വസാധാരണമാണ് പ്രതിഷേധത്തിൽ. പക്ഷേ ഇത് ഒരു മര്യാദയും ഇല്ലാതെ വനിതാ പ്രവർത്തകർ അടക്കം നിൽക്കുന്ന ഭാഗത്തേക്ക് കണ്ടിന്യൂസ് ആയി ജലപീരങ്കി അടിച്ചു എന്നുള്ളതാണ്. നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കുണ്ട്, വനിതാ പ്രവർത്തകർക്ക് പരിക്കുണ്ട്. ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിയമ നടപടി തുടരുമെന്നുള്ളതാണ് ബി.ജെ.പി. ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു സൂചനാ സമരമായി തന്നെ ഇന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയും ഒപ്പം തന്നെ കോൺഗ്രസും രാജ്യ തലസ്ഥാനത്ത് എങ്ങനെയാണോ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് ജനങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുക കൂടിയായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു പ്രതിഷേധം എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിയമ നടപടി ഇക്കാര്യത്തിൽ തുടരുമെന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ, തിരുവനന്തപുരം മേയർ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിരവധി പ്രവർത്തകർക്കാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഒരു രീതിയിലും ഇനി ഇപ്പോൾ സംയമനം പാലിക്കില്ല എന്നുള്ളതാണ് ബി.ജെ.പി. വ്യക്തമാക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് ഭരണം അട്ടിമറിക്കാൻ ഒരുപക്ഷെ നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നുവെങ്കിൽ ഈ ഒരു സമരം കോക്രോച്ച് പാർട്ടി തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വലുതാണ്, അവരുടെ ആവശ്യങ്ങൾ പലതാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അങ്ങനെ ചില മുടന്തൻ ന്യായങ്ങൾ നടത്തുന്ന ഒരു പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് ഇത്ര രീതിയിൽ പിന്നിൽ നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടും ഒപ്പം തന്നെ മാസങ്ങളായി കാണാതെ പോയ പ്രതിപക്ഷ നേതാവെന്ന് അവകാശപ്പെടുന്ന രാഹുൽ തിരികെ എത്തി ഈ ഒരു പ്രതിഷേധ
എത്തിയതും അത് കൃത്യമായി പ്ലാൻ തയ്യാറാക്കി ഒരു അക്രമത്തിലേക്കും കലാപത്തിലേക്കും രാജ്യത്തെ കടത്തിവിടാനായിരുന്നു ശ്രമം എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നത് BJP പ്രതിഷേധത്തിലൂടെ. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് തലസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു മാർച്ച് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.